തോന്നുന്നു സമീപ ദിവസങ്ങളിലൊക്കെ ആയിട്ട് CP ജോൺ വേഴ്സസ് കരമന ജയൻ എന്നൊരു ടാഗ് ലൈൻ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഏകദേശം മത്സര ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. ഇപ്പം LDFന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് തന്നെ സുധീർ കരമന വന്നിരിക്കുകയാണ്. താങ്കളുടെ നാട്ടുകാരൻ കൂടിയാണ്. എന്താണ് അതിനോട് എങ്ങനെയാണ് താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത്? ഒരു സുഹൃത്ത് ബന്ധം ഉണ്ട്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ കാഴ്ചവെക്കുന്നത്? സുധീറുമായിട്ടുള്ള ബന്ധം സുഹൃത്ത് ബന്ധം മാത്രമല്ല, സാഹോദര്യ ബന്ധവും. അത് ഞങ്ങൾ അടുത്തടുത്ത ആൾക്കാരാണ്. കുടുംബങ്ങൾ ബന്ധങ്ങളുണ്ട്. അത് സാഹോദര്യം സ്നേഹവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മത്സരമാണ്, യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ ഞങ്ങളുടെ ആദർശങ്ങളും ആശയങ്ങളും തമ്മിലുള്ള വലിയ ഒരു യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. അതിൽ ഞങ്ങൾ ജയിക്കും. സാഹോദര്യവും സ്നേഹവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഗ്രൗണ്ട് സപ്പോർട്ട് കൂടുതലായിട്ടുണ്ട്. വർഷങ്ങളായിട്ട് തന്നെ തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ താങ്കൾക്ക് എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളായിരിക്കും ഇവിടെ ഈ തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് നടത്താൻ പറ്റുക? കഴിഞ്ഞ 30-35 വർഷക്കാലമായിട്ടുള്ള ഞാൻ ചെയ്തിട്ടുള്ള പല സമരങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ പ്രസ്ഥാനം പാർട്ടിയും ചെയ്തിട്ടുള്ള സമരങ്ങളുണ്ട്. പല ഉദാഹരണം കിഴക്കേക്കോട്ട വികസനം, നമ്മുടെ ശംഖുമുഖം ആറാട്ട് മണ്ഡപം സംരക്ഷിക്കൽ, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള കോട്ടകൾ തകർന്നുകൊണ്ടിരിക്കുന്നു, അതിനെ സംരക്ഷിക്കുക. ഇതടക്കം ചാലക്കമ്പോളം വികസിപ്പിക്കുക. ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് അടുത്ത കാലത്ത് പറഞ്ഞത് കിള്ളിപ്പാലത്ത് നിന്ന് കഴിഞ്ഞാൽ ചാലക്കമ്പോളം വികസിപ്പിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗോപുരം കാണുന്ന തരത്തിലേക്ക് വികസനം വേണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. തമ്പാനൂർ വെള്ളപ്പൊക്കം ഇപ്പോഴും നമുക്ക് അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ്. അതുപോലെ തന്നെ തീരപ്രദേശത്തെ ഏറ്റവും അവിടുത്തെ കടലിൻ്റെ മക്കളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന കടലാക്രമണം, അതിനെ പ്രതിരോധിക്കുവാനുള്ള പുലിമുട്ട് നിർമ്മാണം, ഇതെല്ലാം ഇന്ന് അനിശ്ചിതത്തിലാണ്. അപ്പോൾ അതൊക്കെ സാധ്യമാകുന്ന തരത്തിലുള്ള വികസനങ്ങൾ നമ്മൾ സാക്ഷാത്കരിക്കും. അത് ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ആളാണ്. തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽപ്പെട്ട ആറന്നൂർ വാർഡിലാണ് ഞാൻ ജയിച്ചത്. കരമന വാർഡിൻ്റെ ഇടത് സൈഡിലിരിക്കുന്നതാണ് ആറന്നൂർ വാർഡ്. അവിടെ ജനിച്ചു വളരുകയും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലും ഞാൻ സംഘടനാ പ്രവർത്തനത്തിൻ്റെ കാലഘട്ടത്തിലും എല്ലാം തിരുവനന്തപുരത്താണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. എന്നെ ജയൻ ചേട്ടാന്നും ജയ അണ്ണാന്നും ജയാന്നും എടാ ജയാന്നും വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള ജനങ്ങളാണ് തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലുടനീളമുള്ളത്. അപ്പോൾ ആ സ്ഥിതിക്ക് ഞാൻ ആ കുടുംബത്തിൽ, നമ്മുടെ ഇവിടുത്തെ ജനങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്കും എനിക്ക് ബന്ധമുണ്ട്. ആ കുടുംബത്തിലെ അംഗം പോലെയാണ് ഞാൻ പെരുമാറിയിട്ടുള്ളത്. ഈ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയാകുമ്പോൾ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരാളല്ല ഞാൻ. എല്ലാ കാര്യങ്ങളിലും സജീവമായി തന്നെ നടത്തുന്നു. എല്ലാ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി ഒരുപോലെ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പോകുന്നത്, എൻ്റെ പാർട്ടിയും പോകുന്നത്. അത് തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായിട്ടുള്ള ഭരണം നേടിയതിൻ്റെ തുടർച്ചയായിട്ട് സിറ്റി ജില്ലയിലെ 4 നിയോജക മണ്ഡലങ്ങളും BJP ജയിക്കും. കേരളത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും. ഇപ്പം ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് LDFും UDFനും വലിയ ഒരു ചിത്രം ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നാൽ BJP വലിയ മുൻതൂക്കത്തിൽ നിൽക്കുന്നതായിട്ടും ഒരു സംസാരം കേൾക്കുന്നുണ്ട്. അതിനോട് എന്താണ് പറയുന്നത്? BJPക്ക് മുൻതൂക്കമാണ്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞോടുകൂടി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം നേടിയോടുകൂടി BJPക്ക് വലിയ മുൻതൂക്കമാണ്. ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം വർഷങ്ങളായിട്ട് മാറി മാറി ഭരിക്കുന്ന ഈ സംവിധാനങ്ങൾ മാറണം. അതാണ് കോർപ്പറേഷന് മാറിയത്. അത് കേരളത്തിലുടനീളം ചിന്തിക്കുകയാണ്. കോർപ്പറേഷൻ ഭരണം കിട്ടിയോടുകൂടി BJP ജയിക്കും ഒരു ഉറപ്പ് ജനങ്ങൾക്കിടയിലും. മുമ്പ് അതില്ലായിരുന്നു. ഇപ്പോൾ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് BJPക്ക് ജയിക്കാൻ കഴിയും, BJPക്ക് ഭരണം നേടാൻ കഴിയും. ജനങ്ങളത് അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ്, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലെ BJPക്ക് ഉണ്ടായിട്ടുള്ള വലിയൊരു മാറ്റവും രാഷ്ട്രീയ മാറ്റവും ഭരണമാറ്റവും, അതിൻ്റെ വലിയൊരു ആവേശത്തിലാണ് ജനങ്ങൾ BJPക്ക് വോട്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുകളൊക്കെ അണിയറയിൽ ഉണ്ട് താനും. അതുണ്ടാകും, അത് സ്വാഭാവികം. പക്ഷേ എത്ര അവിശുദ്ധ കൂട്ടുകൾ ഉണ്ടായാലും കോൺഗ്രസും CPM ഒരുമിച്ച് എതിർത്താലും ഞങ്ങൾക്ക് അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആർജവമുണ്ട്, ജനപിന്തുണയുണ്ട്, ഞങ്ങൾക്ക് സംഘടനാപരമായിട്ടുള്ള ശക്തിയുണ്ട്. ഇപ്പം സമീപ ദിവസങ്ങളിൽ നടന്നൊരു സംഭവമാണ് മൊണാലിസയുടെ കല്യാണവുമായി ബന്ധപ്പെട്ട്. ഇപ്പം ശിവൻകുട്ടിയാണെങ്കിലും ഒളിവിൽ പോയിരിക്കുന്നതെന്നൊക്കെ ഒരുപാട് ശ്രുതികൾക്ക് കേൾക്കുന്നുണ്ട്. അപ്പം എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? നമ്മുടെ നാട്ടിലേക്ക് ഒരു ലവ് ജിഹാദിൻ്റെ ഒരു ഇതല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്? അല്ല, അതിപ്പം ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകം പറയുന്നില്ല. എന്തായാലും അത് സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ചർച്ച ചെയ്യട്ടെ. കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ കപട നാടകങ്ങൾ, കോൺഗ്രസ്സുകാരുടെ ഈ കപട നാടകങ്ങൾ ഒരു സമുദായത്തിനെ മാത്രം ലക്ഷ്യമാക്കി അവരുടെ വോട്ട് ബാങ്ക് ഉറപ്പിക്കുന്നതിന് വേണ്ടി കളിക്കുന്ന ഈ കളികൾ ഇത് അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ സമുദായം വരെ മാറി ചിന്തിക്കുന്ന സാഹചര്യമുണ്ട്. ന്യൂ ജനറേഷൻ
നമ്മളൊരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട വോട്ടാണല്ലോ അവർ ലക്ഷ്യമിടുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമാണ്. ഞങ്ങളാണ് നിങ്ങളെ സംരക്ഷിക്കുന്നത്, ഞങ്ങളാണ് സംരക്ഷിക്കുന്നത്. പക്ഷേ ആ സമുദായങ്ങളിലെ ന്യൂ ജനറേഷൻ കുട്ടികൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. രാജ്യത്തിൻ്റെ വികസനം അത് സാധ്യമാകുന്നത് നരേന്ദ്രമോദിജിലൂടെയാണ്, ബി ജെ പിയിലൂടെയാണ്. ബി ജെ പിക്ക് എന്തുകൊണ്ട് വോട്ട് ചെയ്തുകൂടാ എന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം ന്യൂ ജനറേഷൻ കുട്ടികൾ ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞങ്ങളെ ഏറ്റവും വലിയ പ്രതീക്ഷ.